കല്യാണത്തിന് ശേഷം ഈ പ്രണയവിരോധം മാറിയെന്നാ ഞാൻ കരുതിയത്. എനിക്കിഷ്ടല്ല അതൊന്നും. നാളെ ഇത്രയും കാലം പോറ്റി വളർത്തിയെ മറന്ന് അവരെയും കരയിപ്പിച്ച് ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോവും. നിന്റെ അമ്മയുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. ഇതിനൊരു അവസാനം വേണം. എന്റെ സച്ചേട്ടാ, പ്രണയിക്കുന്നത് ഒരു കുറ്റാണോ? നിനക്കല്ലായിരിക്കും. പ്രണയിച്ചു പറഞ്ഞ് ശ്രീകാന്തിനെ വർഷം പിടിച്ച് കെട്ടിച്ചോളല്ലേ നീ? ദേ സച്ചേട്ടാ, ആ കല്യാണം നടത്തി കൊടുത്തത് ഞാനല്ലാന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അശോകൻ അങ്കിളുടെ മകളുടെയും ഫെബിന്റെയും കല്യാണം നടത്തി കൊടുത്തത് ആരാ? ഒളിച്ചോടി പോയ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ തിരികെ എത്തിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെ നിങ്ങൾ കല്യാണം നടത്തി. അതിന് കാരണക്കാരൻ സച്ചേട്ടൻ തന്നെയല്ലേ? അന്ന് ചെറുക്കന്റെ പെണ്ണിന്റെ വീട്ടുകാരോടൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്? അതൊക്കെ ഇപ്പൊ മറന്നോ? അത് അശോകനങ്ങൾ വീട്ടിൽ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ കരഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രണയിച്ച് പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെയല്ലേ സച്ചേട്ടൻ അന്ന് പറഞ്ഞേ? പറഞ്ഞിരുന്നു. പ്രണയിക്കുന്നത് കുറ്റമല്ല, തെറ്റല്ല എന്നൊക്കെ സച്ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ? അതും പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ? മാളൂന് ചതി പറ്റില്ലെന്ന് എനിക്കറിയാം. ഫെബിനെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാ അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ദേവു അങ്ങനെയാണോ? അവള് ചതിക്കപ്പെട്ടേക്കാം. അവളുടെ പ്രണയം ചിലപ്പോൾ സത്യസന്ധമാവാം. പക്ഷെ അവൻ്റേത് അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അവള് കുഴിയിൽ വീഴരുത്. ഞാൻ ദേവിന്റെ ഏട്ടനല്ലേ. അവളെ നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേവുവിനോടുള്ള സ്നേഹം കൊണ്ടാന്ന് എനിക്കറിയാം. ദേവു അങ്ങനെ കുഴിയിൽ വീഴുന്ന ഒരാളൊന്നും അല്ല. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് വലവീശി പിടിക്കാൻ പറ്റിയ പെൺകുട്ടിയൊന്നും അല്ല ദേവു. ദേവു വളരെ ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. അവള് കണ്ടെത്തിയ ചെറുക്കൻ നല്ലവനാ. അവനും അവന്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മയ്ക്കും ദേവുവിനെ അത്രയ്ക്ക് ഇഷ്ട. പെട്ടെന്ന് കല്യാണം നടത്തണമെന്നൊക്കെ അവര് പറയുന്നത്. ദേവു ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാനും പറഞ്ഞിരിക്കുക. ഓഹോ, അപ്പൊ കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യമില്ല. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കണം, അവസാനം കരയേണ്ടി വരരുത്. ദേവുന് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. എന്നാലും കല്യാണത്തിന് മുന്നേ ഒന്ന് അന്വേഷിക്കണം. അവനെക്കുറിച്ച് അറിയണം. ഒന്നും അറിയാതെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നീയും അവൻ എവിടെയുള്ളവനാന്ന് പറ. ഞാൻ മഹേഷിനെ കൂടി ചെന്ന് അന്വേഷിക്കാം. സച്ചേട്ടാ, അവൻ ആരാണ്, എവിടെയാണ്, എന്താ അവന്റെ പേര്, എന്താ ജോലി, ഇതൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. കല്യാണ നിശ്ചയത്തോട് അടുക്കുമ്പോ പറയാന്നാ പറഞ്ഞത്. ദേ, ധൃതി വെക്കണ്ട. അപ്പോ നമുക്ക് ചെന്ന് അന്വേഷിക്കാന്ന് ഞാൻ നിർത്ത്. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും ദേവിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തണം. കല്യാണം നടത്തുന്നത് ഞാനായിരിക്കും. അവളുടെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല, അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനത് നടത്തിയിരിക്കും. സച്ചേട്ടാ, നീ എന്തിനാ കരയുന്നേ? അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾ അനാഥരെ പോലെയായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. ഞങ്ങളുടെ സച്ചേട്ടനുണ്ടല്ലോ ഞങ്ങൾക്ക്. വല്ലാത്തൊരു ധൈര്യം തന്നെയാ സച്ചേട്ടൻ ഞങ്ങൾക്ക്. കരയല്ലേ? ഞാനുണ്ട്.